നമ്മള് പറഞ്ഞു കൊണ്ടുവന്നാ എന്റെ റൂളി പെൻസിലിന്റെ കാര്യല്ലേ കൂർപ്പിച്ചുമ്പോ കൈ മുറിയാണ്ട് ഓയ്ക്കോ ജോലം കഴിച്ചിക്ക രണ്ടാളും ഉള്ളി പൊക്കോളി. എന്താണ് നമ്മുടെ പുന്നാരിത്താത്ത എന്റെ മോറ് കടന്നല് കുത്തിമാരി വീർത്തിരിക്കണത്. അന്നോടൊരു കാര്യം പറയാണ്ട്. പറയുമ്പോ ഇത്തിരി വിഷമം തോന്നുമായിരിക്കും. പക്കെങ്കില് നടക്കാത്ത അരി ഉള്ളിൽ വെച്ച് വളർത്തണ്ടെന്ന് കരുതി പറയാ. എന്താന്ന് ചെങ്ങൾ പറയത്താത്ത. ആമിനാന്റെ അരിയാ. എന്തായോക്ക് ഈ ഉള്ള കനവ് കണ്ടോണ്ട് കഴിയണ്ട. അത് നടക്കൂല. എന്താ ഇത്തത്തെ പറയണേ? ഒസാൻ ഐദോസിന്റെ മോന് ചേക്കുട്ടിയൊലാളിന്റെ മോടെ മേല് ബോധി ഉണ്ടാവാൻ പാടില്ല. പഠിച്ചോനത് ഇഷ്ടമല്ലെന്ന് വിചാരിച്ചാളാ. ഞാൻ പറയണതല്ല, മടപ്പുള്ളി കേട്ട വർത്താനാ. ഇന്ന് വെളുത്തപ്പോഴാണ് ഇത്താത്ത ഓള് ചേക്കുട്ടിയുടെ മോളും നമ്മുടെ ബാബ ഹൈദ്രോസ് ആയത്. വരമ്പത്തുനിന്ന് ചെളി വികണ്ടെന്നും ഒറ്റത്തടി പാലത്തുമേൽ നിന്ന് വെള്ളത്തിൽ വികണ്ടെന്നും കരുതി തോളിലും തലയിലും ഇരുത്തി ഓത്തുപള്ളിക്കൊടുത്തി പോയിരുന്ന കാലം മുതൽ അബ്ദുവിന്റെ ആമിനാന്നും ആമിനാന്റെ അബ്ദു എന്നും രണ്ടാളും ഉള്ളിൽ ഉറപ്പിച്ച. ഇനി അത് മാറൂല. പടച്ചോന് വേണമെങ്കിൽ രണ്ടാളും ഒരുമിച്ച് ജീവിക്കും, വേണ്ടെങ്കിൽ ഒരുമിച്ച് ചാവും. ഓന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അത് നടക്കും. വലിക 6 കൊല്ലം കൊടുത്ത് കംസക്കാക്ക്. അസാമിൽ എത്തിച്ച് തൂക്കാൻ വിധി ഉണ്ടായില്ല. എന്തിനാളാപ്പാ നിങ്ങൾ വെട്ടാനും കുത്താനും ഒക്കെ പോയത്? ഇജ്ജി കരണ്ടടാ. 6 കൊല്ലം എന്റെ ഇളയപ്പ പേശിയാക്കി പോയെന്ന് വിചാരിച്ചാ മതി. പിന്നെ അന്റെ നിക്കാഹിന് പരോളിൽ ഇറങ്ങിയിട്ട് ഞമ്മള് വരും. എന്തായി? കണ്ണൂർ ജയിൽ ആണുങ്ങൾക്കുള്ളതാ. ഈ പോയിട്ട് വേടാ. അബ്ദു, അക്കരയ്ക്കൊന്ന് ആക്കി തരുമോ? ഇത് കടത്തോണിയൊന്നുമല്ല അന്നെ അക്കരെ ഇക്കരെ കൊണ്ടാക്കാൻ. ഇത് അക്കരയ്ക്കന്നല്ലേ? ഞമ്മളും കൂടെ ഇതുമ്മ കുത്തിരുന്ന മുങ്ങൊന്നുമില്ലല്ലോ. എന്താ മോന്തമ്മിലൊരു കറുപ്പ്? കക്കന്റെ കയ്യിൽ നിന്ന് വലിച്ച കിട്ടിയ? ഓ പിന്നെ ഇനി ഞമ്മടുത്ത് തുള്ളാൻ വന്നാല് കയത്തിന് പിടിച്ച് വല്ല കയത്തിനും താത്തും ഞമ്മള്. മടപ്പുള്ളിലെ ആണുങ്ങളെ കൈത്തന്റെ തേക്കുംതടിന്റെ ചേലക്കാന്ന് മറക്കണ്ട. അതൊന്നും കാണണല്ല അന്നെ ഞമ്മളിപ്പൊ മുക്കും. അയ്യോ വേണ്ട അബ്ദു, വേണ്ട. വെള്ളം പേടിയാ. പറ, ഞമ്മക്കാണ് അന്റെ ഇക്കാക്കാനെ കാട്ടിൽ മൊസറ് ജാസ്തി. ഓ അനക്കന്യ. അന്റെ ഇക്കാക്ക കോയി കുഞ്ഞ്, ഞമ്മള് പരുന്ത്. അത് ഞമ്മള് പറയൂല. ഇപ്പൊ കാണിച്ച ഇക്കാക്ക കോയി കുഞ്ഞ്, നിങ്ങള് പരുന്ത്. ആ അന്റെ ഇക്കാക്ക ഞമ്മടെ മുമ്പിൽ വെറും പുയു 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 അല്ല. ഇപ്പൊ മുക്കന്നെ ശരി, ഇക്കാക്ക പുയു. ഈ ദുന്യാവിലെ പെരുത്ത് മുന്തിയ മനുഷ്യൻ അബ്ദുൽ ഖാദർ. ഓ അനക്ക് അന്റെ ഇക്കാക്കാനെ കാട്ടിലും ഇഷ്ടം ഈ അബ്ദുനെ. ശരി. ഞമ്മള് പറഞ്ഞ മുയ്യും നുണയാ. എന്റെ ഇക്കാക്കാനേക്ക് അബ്ദുനെക്കാട്ടിലും ഇഷ്ടാണ്. അന്ന ഞമ്മക്ക് ഇനിയും കിട്ടും തോണിയില്. അല്ല, ഇതാരാ അബ്ദു? ഈ അജ്ജന് പോയെന്ന് വിചാരിച്ച നമ്മള്. അല്ല, ഈ പയ്യൊക്കെ മറന്നോ മോനെ? ഇല്ലമ്മ, മലയിലെ കൂപ്പ് തുടങ്ങിയിരിക്കണ്. ഇനി മഴക്കാലം എത്തണം വരെ തിരക്ക് പിടിച്ച പണിയാ. അപ്പൊ ഞമ്മള് ഉമ്മറിന്റെ കച്ചവടം നല്ലോണം പൊലിക്കുന്നുണ്ടില്ലേ അബ്ദു? ഉണ്ടമ്മ, മില്ലിന്റെ കടവും ബാധ്യതയൊക്കെ കഴിച്ചില്ലാവെന്നാ പറയണ. പിന്നെ എന്തല്ലാ വിചായ? സുബൈദാത്താനെ കാണാൻ വന്ന ഓള യാത്രാലിന്റെ പറമ്പിൽ ആട്ടിന് ഇല പൊട്ടിക്കാൻ പോയിക്ക. ഈ കുത്തിരിക്ക്. ആ, നമ്മള് മലയിൽ തിരപ്പം കൊണ്ടുവരാൻ പോവാ. 3-4 ദിവസം കഴിഞ്ഞാ വരൂ. ഉമ്മാക്ക് മലഞ്ചരക്ക് വല്ലതും വേണോ ഉമ്മ? ഇത്തിരി ചെറുതേനെ കിട്ടിയാ കൊണ്ടുവരി. ആ, അനക്ക് പൈത്ത വാങ്ങാൻ വലിയ ഇഷ്ടല്ലേ? വരുമ്പഴപ്പൊന്ന് കുഞ്ഞലിപ്പി കൊണ്ടുവന്നാ കടിച്ചാ നല്ല തേൻ പോലെ ഉണ്ടാവും. ആമിന ഉണ്ടാവുമ്മ. ഓളോട് ചോദിച്ചാ എടുത്തു തരൂ. ചെല്ലി ചോയ്ക്ക്. ഇതിങ്ങനെ ഇവിടെ? അന്നെ പുറത്ത് കാണാൻ പറ്റൂലല്ലോ. കണ്ടാ തന്നെ കാലിൽ മുള്ളൂത്തിയ ഒരു ഓട്ടല്ലേ. ഇക്കൊക്കെ പറഞ്ഞു നമ്മള് പറഞ്ഞിട്ടില്ലേ? ഈ എന്റെ രക്കാക്കെ. അതുകൊണ്ടാ രാസാത്തിന്റെ മൊഞ്ച് കാണാൻ നമ്മൾ ഓടി വന്നേ. വേഗം ഈ ഒരു മുത്തം തന്നെ. പിന്നെ മുത്തേ എന്ത്? ഉമ്മാന്റെ അടുത്തുനിന്ന് നമ്മള് സമ്മതം വാങ്ങിക്കണ്. ഒലക്ക എന്ത്? അന്നെ കല്ല് ഇഷ്ടാവും ഉമ്മാക്ക്. നമ്മളെ തമ്മിൽ ഇഷ്ടാന്ന് ഉമ്മക്കറിയാം.
ആമിനന്റെ അടുത്ത് നിന്ന് നമ്മളൊരു മുത്തം വാങ്ങിക്കോട്ടെ ഉമ്മ എന്ന് ചോദിച്ചപ്പോ നീ ധൈര്യമായിട്ട് വാങ്ങിച്ചോ അബ്ദു എന്ന് പറഞ്ഞു ഉമ്മ. നിങ്ങള് ബെറുക്കനെ പറയോ? വെറുക്കനൊന്നുമല്ല ഉമ്മ. എന്തേ ഈ ആമിനെ ചോദിച്ചിട്ട് തരണില്ല. ആമിന ഞമ്മളാ അവനോട് പറഞ്ഞേ നീ കൊടുത്താളാ. വേഗം താ. നിങ്ങളിതെങ്ങനെ പറ്റിച്ച്? ഒരു കുടം തേന മലയെന്ന് കൊടുന്ന് കൊടുക്കാന്ന് പറഞ്ഞ് വെറുക്കൻ ഇതാരെങ്കിലും തരാൻ പറയും. വേഗം താ. വേഗം താ. നിങ്ങള് വേണ്ട കേട്ടോ അബ്ദു. ഉമ്മ എന്താണ്ടാ ആമിനതാ ഒന്നേ തന്നുള്ളൂ. ആമിന ഇജ്ജ് ഒന്നും കൂടി കൊടുത്തേക്ക്. എന്താ നൊസുണ്ട്? വേഗം താ. വേഗം താ. ഇവിടെ 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 ഇവിടെ. ഇല്ല മതി, ഒന്ന് തരാനോ ഉമ്മ പറഞ്ഞു. ഉമ്മ നമ്മളൊരു 5-6 കൂടെ വാങ്ങിക്കോട്ടെ. ഓനെ പെരുത്ത് ഇഷ്ടായിട്ടല്ലേ ഇജ്ജ് എത്ര വേണേ കൊടുത്തേക്ക്. ഇനി ഈ കൊസറ കൊള്ളി പറയണ്ട. വേഗം താ. വേഗം വേഗം താ. കള്ള പറങ്ങി ഒരേ കയറി നിറാമ്പറപ്പ് കാണിക്കണോടാ. കൊന്നുകളെ തന്നെ റാമ്പറന്നുകളെ എന്താണ് ഇവിടെ? പെൺകുട്ടികളുടെ ഉമ്മാണ് ബാഗുണ്ട് പറഞ്ഞാ പോരാ, അടക്കി വളർത്തണം. ഇല്ലെങ്കിൽ ഇമാതിരി പേച്ചോളായി പോകും. നിങ്ങൾ എന്തിനാണ് ഇത് പോത്ത് ചീറണം അത് ചീറണത്? കാണാൻ പാടില്ലാത്ത കണ്ടി നമ്മള് തൊടണ്ടോളെ. ഈയോ എന്റെ കുടിയിലുള്ളൊരു മേലാലി പൊരേന്റെ പത്ത് കാല് കുത്തിയാല് ബേട്ടി തുണ്ടവാക്കും. ഇറങ്ങി വരുന്നത് ആ കള്ള പന്നിനെ നമ്മൾ വെടിവെച്ച് കൊല്ലും. എവിടെ അവൻ? പിടിച്ചിട്ട് പരിയിലടാ അവനെ. ജീവനോടോ വേണമെന്നില്ല, വെട്ടി കൊന്നിട്ട് കൊണ്ടുവന്നാലും മതി. എന്താണ് എല്ലാരും പാടെ കൊടുങ്കാറ്റ് മാറി പറഞ്ഞത്? അബ്ദു എവിടാ? പോകുമ്പോഴില്ല. എന്തേ എവിടെ പോയി? മലയ്ക്ക് തിരപ്പം കൊണ്ടുവരാൻ പോയിരിക്കാണ്. കൊടുക്കണ കയ്യിന് കുത്തണ പാമ്പാണോ? നിങ്ങൾ കാര്യം പറയും. പുറത്ത് പറയാൻ കൊള്ളൂല ഓൻ ചെയ്തത്. വടപ്പള്ളിയിലെ പെണ്ണിനെ ഓൻ കയറി പിടിച്ച് ഈ ദുനിയാവിൽ ഒരു പെണ്ണിന്റെ ബേത്തിന് ഓൻ തൊടൂല. ആ കൈ നമ്മൾ വെട്ടിയെടുക്കും. നിങ്ങൾ വരി, കാട്ടുകയറി തട. നമുക്ക് കേട്ടിയാലും അറച്ച് നമ്മൾ കാട്ടുകളയോനെ. ഒന്നും വേണ്ട മാമാ, ഓളെന്റെ പങ്ങളാ. ഓളെ കയറി പിടിച്ചോനെ വെറുക്കാൻ വിടൂല. നമുക്കറിയാം എന്താക്കണമെന്ന്. നിങ്ങൾ വയ്ക്കോളി. അബ്ദോ, ഓ തിരപ്പം മില്ലിലേക്ക് കൊണ്ടുപോണ്ട, ഇവിടെ അടുപ്പിച്ചോ. എന്തേ മാഞ്ഞാണം പറയാണ്ട് പറയണേക്ക്. അന്നോട് ഇത്തിരി വർത്താനം പറയാണ്ട്. എന്തേ ഇജ്ജ് വേഗം ഇന്നാട്ടിൽ നിന്ന് പൊക്കോളി. ബാപ്പ എളാപ്പാരും ഒക്കെ കൊലവിളി വിളിച്ചോണ്ട് എന്നെ തെരഞ്ഞ് നടക്കുക. കൊല്ലണേ കൊല്ലട്ടെ, നമ്മള് പോവില്ല. ഇജ്ജ് എന്റെ ഉശിരി കാട്ടണ നേരമല്ല ഇത്. പണ്ട് പുന്നാരം പോയിൽ അടിയഴിക്കപ്പെട്ട് ഒഴിപ്പോയ ഞമ്മളെ പൊക്കിയെടുത്തോണ അയ്യേ. കഴിഞ്ഞ തുലാവെള്ളത്തില് ഞമ്മൾ അച്ചാരാക്കിയ മരം എന്റെ തടി പണയം വെച്ച് ഈ മലയെന്ന് കൊണ്ടുവന്ന്. ഇജ്ജ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ കച്ചവടം തുലഞ്ഞനെ. അവിടൊക്കെ എന്റെ ഉസിരും മനസ്സും ഒക്കെ നമ്മൾ കണ്ടിരിക്കണ്. ഒക്കെങ്കില് ആ ഉസിരി ഇപ്പൊ കാട്ടിയാല് ഇവിടെ കുറെ ശവങ്ങൾ വീയുന്നല്ലാണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാകാൻ പോണില്ല. പറയണത് തിരിയുണ്ട എനക്ക്. ഉസിരല്ല ബുദ്ധിയാ വേണ്ടത്. അനക്കറിയില്ലേ അബ്ദു, ആന വരണ്ടിട്ട് വന്നാലും ഞമ്മള് കുലുങ്ങൂല. ഒക്കെങ്കില് ആമിനാന്റെ കണ്ണെന്ന് കലങ്ങിയാല് ഞമ്മക്ക് സഹിക്കൂല. അതുകൊണ്ട് പറയാ, എവിടക്കെങ്കിലും പോയി ഒരു പെണ്ണിനെ പോറ്റാനുള്ള ഉണ്ടാക്കിയിട്ട് വാ. അത് വരയ്ക്കും ഓളെ ആരും കൊണ്ടുപോകില്ല. ഞമ്മക്ക് ഉയരുള്ളിടത്തോളം ഞമ്മൾ സമ്മതിക്കൂല. നമ്മളെ ബാക്കിൽ വിശ്വാസം ഉണ്ടാ എനക്ക്. എവിടൊക്കെ പോവാ അറിയില്ല താത്ത. അക്കരെ കടന്നിട്ട് അപ്പൊ തോന്നുന്ന പോലെ എവിടൊക്കെ പോയാലും പത്തിടാൻ മറക്കണ്ട. അന്റെ അൻസത്തികൾക്കും ഇത്താത്തക്കും വേറെ ആരുമില്ല മോനെ. എന്തിനാ ഇതൊക്കെ കഴിച്ചെടുക്കണേ? വേണം, ഇതേ ഉള്ളു എനക്ക് തരാനൊക്കുണ്ട്. ഇജ്ജ് ബല്ലെടുത്തും കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇതെല്ലാം ഇട്ട് ഉടുത്തൊരുങ്ങിട്ട് നമ്മളെ ഈ കുട്ടികളെ എന്താക്കാനാ? ഇജ്ജ് ഇങ്ങനെയൊന്നും നേരം കളയണ്ട, വേഗം ഇറങ്ങിക്കോ. ഇക്കൊക്കെ പോയിട്ട് വരാം മക്കളെ. വെള്ളം അച്ഛനെ, മോനെ ഉമ്മറെ, ബദരികളെ ആരാ ചതി ചെയ്തത്? എന്തിനാണ് ഇവിടം വിട്ട് പോണമെന്നറിയാം. പക്ഷെങ്കിൽ എവിടേക്കാണെന്ന് നിശ്ചയില്ല. അങ്ങനെ ദൂരേക്ക് നടന്ന് ബൈക്ക് ഒരു അങ്ങാടി കച്ചവടക്കാരൻ്റെ പോത്ത് വണ്ടിയിലൊരു ഇത്തിരി ഇട കിട്ടി. മയങ്ങി ഉണർന്നപ്പോൾ കോഴിക്കോട് അങ്ങാടി എത്തിയിരുന്നു. അങ്ങാടി വെച്ചിട്ടാ ബാപ്പുട്ടി എന്നൊരു ചങ്ങായിനെ കിട്ടിയത്. ബോംബെ നിന്ന് വള്ളം കൊണ്ടുവരുന്ന ട്രക്ക് വണ്ടിയിലെ സർദാർജിൻ്റെ കിളിയായിരുന്നു. ട്രക്ക് വണ്ടി മടങ്ങിയപ്പോൾ എന്നെയും കൂട്ടി. ബോംബെയിൽ ജൂഹു കടപ്പുറത്ത് ചായപ്പീടി നടത്തുന്ന ഭാസ്കരേട്ടൻ്റെ സഹായം ഇത്തിരി ഉണ്ടായി.
കിട്ടിയ പണിയെല്ലാം ചെയ്ത് പീടികയിൽ പാത്രം മോറി കൈവണ്ടി വലിച്ച് ചുവടെടുത്ത് ഇടയിൽ ഇത്തിരി ഡ്രൈവിങ്ങും പഠിച്ചു. അങ്ങനെ ഒരു ടാക്സി ഓട്ടേണ്ട പണി കിട്ടി. ഒരു ദിവസം ദുബായിൽ നിന്ന് വന്നൊരു മുഹമ്മദ് ഇബ്രാഹിം നമ്മുടെ ടാക്സി വന്ന് കയറി. ദുബായിൽ കെട്ടിടം പണിക്ക് ആളെ എടുക്കാൻ വന്ന അവര്. പടച്ചോണ്ട് നമ്മളോട് ദയ തോന്നിയ നേരത്ത് മമ്മദിക്ക നമ്മളോടും ചോദിച്ച് ഇജ് പറഞ്ഞ ദുബായിക്കെന്ന് പോയി. അവിടെ ഒരു കമ്പനിയിൽ മണല് കോർന്ന ലോറിൻ്റെ ഡ്രൈവറായിട്ട് പണിയും വാങ്ങിയെന്ന്. 3 കൊല്ലം കഴിഞ്ഞാലേ ലീവ് തരുമെന്നായിരുന്നു കണ്ടീഷൻ. അരബയർ കഴിച്ച് വെള്ളവും കുടിച്ച് ഉറങ്ങാണ്ട് ആ പൊരി വെയിലത്ത് പണിയെടുത്ത്. ആമിനാനെ കുറിച്ച് ഓർത്തപ്പോൾ ആ ചൂടെല്ലാം നമുക്ക് കുളിരായിരുന്നു. കഷ്ടപ്പെടാൻ ഉസിരി തോന്നിയിരുന്നു. കിട്ടിയ കാശെല്ലാം കൂട്ടിവെച്ച് ആമിനാക്കായിട്ട് എല്ലാ 3 ദിവസം കൂടുമ്പോഴും എഴുത്തി വിടുന്നു. സുഖാണെന്ന് മാത്രം എത്താത്തക്ക് ബാക്കിയില്ല ആമിനാക്ക്. അത് മാത്രമായിരുന്നു നമുക്ക് ആകെയുള്ളൊരു ചെലവ്. എപ്പയാ ഇബ്ലീസ് നാട്ടി വേണ്ടെന്ന് എഴുതിയേക്കണേ? അടുത്ത മാസം 7-ാം തീയതി. അയത്തിങ് തരി. മുതലാളി 3-4 കൊല്ലമായി കുറെ അധികം എഴുത്തായി നമ്മളിങ്ങനെ കീറിക്കളയണു. ആ അബ്ദു എങ്ങാനും അറിഞ്ഞ എന്റെ പണി പോവും. പോണെങ്കി പോട്ടെ. ഈ ഗവൺമെന്റ് തരുന്ന ഓട്ടക്കാരന് അനക്കെന്തിനാ പൗലൂസേ? അന്നെ നമ്മള് കൂപ്പി കണക്ക് ചെയ്താൻ വിടാം. ഇപ്പൊ കിട്ടുന്ന 3 ഇരട്ടി കിട്ടും. ദുബായിൽ നിന്ന് വേറെ വല്ല എത്തുണ്ടെന്ന്. ആ ഉണ്ട്. ആ തയ്യക്കാരൻ ബാപ്പൂട്ടിയുടെ മോൻ മാക്കിൽ മരക്കാറില്ലേ, ഓന്റെ ഒരു കത്തുണ്ട്. ഓന് വായിച്ചു കൊടുക്കുമ്പോ അതിലെയ്താത്ത 2 വരി കൂടി കൂട്ടി വായിക്കും. ഉണ്ണിക്കണ്ടൻ നായരോട് തെക്കേ കണ്ടത്തിന്റെ വില കുറച്ചുകൂടി എന്ത് ഭാഷയാണിത്? എഴുതുമ്പോഴെങ്കിലും നേരെ എഴുതിക്കൂടെ? പിന്നെ നമ്മുടെ ഹൈദ്രോസിക്കാന്റെ മോൻ അബ്ദു ഇവിടെ ഉണ്ട്. ഇന്നലെ ഓന്റെ നിക്കാഹ് കഴിഞ്ഞു. ഒരു അറബി പെണ്ണിനെയാണ് ഓൻ കെട്ടിയത്. അല്ലാ, നിർത്ത് അത്രാലി നമ്പ്യാരെ മായൻകുട്ടി, നിങ്ങൾ കേക്കണ്ട? നമ്മുടെ ഈർച്ചക്കാരൻ അബ്ദു അറബി പെണ്ണിനെ കെട്ടിയിന്ന്. ബെറുക്കിന് പറയാന്ന് പറയത്താത്ത. 1.5 കൊല്ലായില്ലേ ഒരു കത്തെങ്കിലും അയച്ചിട്ട്. ഓൻ എന്തായെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പൊടിയും കിട്ടണില്ല. അവസാനായിട്ട് കിട്ടിയ കത്ത് എനിക്കിപ്പോഴും കാണാൻ പാടാം. എന്നിട്ടിപ്പോ ബെറുക്കിന് പറയാ എല്ലാരും അബ്ദു നിക്കാഹ് കഴിച്ചെന്നും പറഞ്ഞ് ബെറുക്കിനെ ഒരു കത്തയച്ചിട്ട് തയ്യക്കാരൻ ബാപ്പുട്ടിന്റെ മോൻ എന്തിട്ടാനാ? അപ്പൊ എല്ലാം നേരാവുന്നാണോ നിങ്ങളും പറയണ സുബദാത്ത? അബ്ദു നമ്മളെ മറന്നു.